ഭർത്താവിനോടുള്ള പരിഗണനയുടെ ഭാഗമാണ്. വീട്ടിലേക്ക് ഭർത്താക്കന്മാര് വരുമ്പോൾ ഫതലഖീഹി ബിൽബാബ്, വാതിലിന്റെ സമീപത്ത് ചെന്ന് ഭർത്താവിനെ നീ സ്വീകരിക്കുക. വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കാൻ ഭാര്യ ഓടിയെത്തണം. അത് ഇത്ര തിരക്കുള്ള ജോലിന്റെ ഇടയിലാണെങ്കിലും ഭർത്താവ് വരുന്നുണ്ട് എന്നുള്ള വണ്ടിന്റെ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ബെല്ലടി കേട്ടു, വിളിച്ചു, എന്നാ പിന്നെ കുട്ടികളെ ചെല്ലി വാപ്പൊന്നാണ് വാതിൽ തുറന്നു കൊടുത്താളി എന്ന് പറയലല്ല, കുട്ടികളോട് മാറിക്ക് ഞാൻ വാതിൽ ഓർക്കട്ടെ എന്നാണിട്ട് ഉമ്മങ്ങട് വരികയാണ്. അങ്ങനെ വാതിൽ തുറന്ന് ഭർത്താവിനെ പുഞ്ചിരിച്ച് സ്വീകരിക്കണം. ചില പെണ്ണുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അവര് അതൊക്കെ ചെറിയ കാര്യമായിട്ട് കാണുന്നതിന് വേറെ ആളെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ എത്ര വിളിച്ചാലും കേൾക്കാത്ത മാതിരി നിൽക്കും, അല്ലെങ്കിലോ അടുക്കളുടെ ഭാഗത്ത് തിരക്കിട്ട പണിയിലാണെങ്കിൽ ഇതിലങ്ങോട്ട് പോരി മുപ്പരെ ഇവിടെ തുറന്നു വെച്ചിന് അവിടുന്ന് ഇങ്ങനെ ആർക്കണ്ട. ഭർത്താവിനോട് പൊരേ കയറി എന്നപ്പോ അടുക്കളയിൽ കിടക്കാറ്. ഇങ്ങനൊക്കെയുള്ള പെണ്ണുങ്ങളുണ്ടാവും. ഇയാള് റേഷൻ ഷാപ്പിൽ 10-15 കിലോന് അരി ഉറുപ്പി കൊടുത്താൽ കിട്ടുമല്ലോ, ഇതൊക്കെ തലേ പേറി കൊണ്ടുപോകണം. പൊരയിലെത്തി നോക്കുമ്പോ നാട്ട് വെച്ചാന്ന് പറഞ്ഞ ഓളോട് നിങ്ങൾ ഏതായാലും ഇവിടെ എത്തിയില്ല, ഏതാ മഞ്ചമലിക്കാട്ട് വെച്ചാളീന്നോള്. എങ്ങനെ ഉണ്ടാവുക ആ പെണ്ണിന്റെ സ്വഭാവം? ഇതിന് പകരം വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നല്ലൊരു പുഞ്ചിരി കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആ ഭർത്താവിന് എത്ര സന്തോഷം ഉണ്ടാകും. കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന ഭർത്താവ് പുറത്ത് തൊഴിലിന് പോകുമ്പോൾ, അധ്വാനിക്കാൻ ഇറങ്ങുമ്പോൾ അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് വീട്ടിലിരിക്കുന്ന ഭാര്യമാരറിയില്ല. ചിലപ്പോ ഒരു ബസ് കണ്ടക്ടർ ആയിരിക്കും, എത്രയോ ബസ്സുകാരായിട്ട് അടി ഉണ്ടാക്കിയാ വരുന്നത് അല്ലേ. വേറൊരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ശിഷ്യന്മാരെ ഗരവോ കഴിഞ്ഞ് വരിക പൊരയില്, ഇതെന്റെ ഭാര്യ അറിയണം. അയാളെടുത്ത് ഇങ്ങനെങ്ങാനും പരുത്ത പെരുമാറ്റെടുത്ത് ആ കുട്ടിയെ കൊടുക്കണ്ടൊക്കെ ഇവിടെ കിട്ടും. അപ്പം ഇവല് എവിടുന്നാ വരുന്നൊന്നും അറിയില്ല. ആ വരുന്ന സമയത്ത് നല്ല മുഖത്തോടുകൂടെ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കണം. അതാണ് ഭാര്യമാരുടെ ഏറ്റവും നല്ല ഗുണം. മുത്തുനബി ഒരിക്കൽ ചോദിച്ചു, നാളെ സ്വർഗത്തിലും നിങ്ങളെ കൂടെ താമസിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന ഭാര്യമാരാരാണെന്ന് പറയട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നബി പറഞ്ഞു, അൽ വലൂദുൽ വദൂദ്. അൽ വലൂദു പ്രസവിക്കാനുള്ള ശേഷി ആരോഗ്യകരമായി ഉപയോഗപ്പെടുത്താൻ സന്നദ്ധതയുള്ള ഭാര്യമാരാണ്. അതില് മടിയുള്ളവളല്ല. രണ്ടാമത് അൽ വദൂദ്, ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവളാണ്. ആ സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം തിരുനബി പറഞ്ഞു, ഇൻ അസാഅത്തുഹു, ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഭർത്താവിനോട് വല്ല മോശപ്പെട്ടതും അവൾ പറഞ്ഞുപോയി എന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചതിന്റെ പിന്നിൽ കൂടുകയല്ല. ഒരു തെറ്റ് പറ്റിപ്പോയാൽ വളഅത്ത് യദഹു വളഅത്ത് യദഹാ ഫീ യദിഹി, അവൾ തന്റെ കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ച് പറയും, ഇഫ് അൽ മാ ബദാലക്ക്, നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തോളൂ, എന്റെ അടുത്ത് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു, അവ്യഫു അന്നീ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പാക്കി തന്നേക്കൂ, ഞാൻ ഒരിറക്ക് വെള്ളവും ഇനി കുടിക്കൂല, ഹത്താ തർലാ, നിങ്ങൾ പൊരുത്തപ്പെടാതെ. ഇത്ര വിനയവും വിധേയത്വവും സ്നേഹത്തോടെ ഭർത്താവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നവളാണ് നല്ല ഭാര്യയെന്നും സ്വർഗത്തിൽ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നവളെന്നും വാശിക്കാരിയല്ല, വഴക്കുകാരിയല്ല, വക്കാണമുണ്ടാക്കുന്നവളല്ല. ഇങ്ങനെ ഭർത്താക്കന്മാർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുക.